കൊച്ചി മേയർ ആരാകുമെന്ന് വലിയ ചർച്ചയായിരുന്നു. തിരുവനന്തപുരം മേയറിനെ പോലെ തന്നെയായിരുന്നു കൊച്ചിയുടെ ചർച്ചയും നടന്നത്. അപ്പോൾ ദീപ്തി മേരി വർഗീസിനെ മുൻനിർത്തിയാണ് ഇവർ ഇലക്ഷന് നിന്നത് പോലും. പക്ഷേ അവസാനം ദീപ്തി മേരിയെ കോൺഗ്രസ് തേച്ചു, നൈസായിട്ടങ്ങ് തേച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദീപ്തി മേരി വർഗീസിന് പ്രതിഷേധമുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്. അതിൽ കൃത്യമായൊരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്. എന്താണ് സാർ അത്? കോൺഗ്രസ് ആരെ മുന്നിൽ വെച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഇടതു മുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ എറണാകുളത്തിൻ്റെ പാർലമെൻറ്റ് സീറ്റാണെങ്കിലും അസംബ്ലി സീറ്റാണെങ്കിലും മേയർ സ്ഥാനമാണെങ്കിലും ഏതാണെങ്കിലും അവരെ സംബന്ധിച്ച് അതിൽ ജാതി മത വർഗീയ ചർച്ചകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് പ്രമുഖ MLA, ഒരു യുവ MLA ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് ഒരു ഭാഗത്ത് ശക്തമാണ്, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച. മാത്യു കുഴൽനാടൻ പറഞ്ഞതാണ്. മാത്യു കുഴൽനാടൻ ഇന്ന് ശക്തമായി പറഞ്ഞല്ലോ. ഞാൻ യുവ MLA എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മാത്യു കുഴൽനാടൻ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഇന്ന് ശക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൻ്റെ ഒരു കാരണം, ഇത് കോൺഗ്രസ്സിനകത്ത് നിന്ന് ഈ എതിർശബ്ദമുണ്ടാകുന്നത് പൊതുസമൂഹത്തിൽ ഇതൊരു വലിയ ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരാളെ സംബന്ധിച്ചല്ല, അതിപ്പോൾ ദീപ്തി മേരി വർഗീസാണോ ഇനി വേറെ ഏതെങ്കിലും ഒരാളാണോ കോൺഗ്രസ്സിനകത്ത് എന്നുള്ളതല്ല, അതിൽ ജാതി കലർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മതവുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, മതവുമല്ല. ഒരു മതത്തിൽ തന്നെ വിഭാഗങ്ങളായി തിരിച്ചിട്ട് ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആരോപണങ്ങൾ കോൺഗ്രസ്സുകാർ ഒരു ഭാഗത്തുനിന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്, നമുക്കറിയില്ല ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും പൊതുസമൂഹത്തിന് അറിയില്ല. പക്ഷേ അങ്ങനൊരു പ്രഷർ നിലനിൽക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറയുന്നു. അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു. ശക്തമായിട്ടുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് അതിൽ പ്രതിഷേധം നടക്കുന്നു. ഇല്ലെങ്കിൽ എന്തിനാണ് മേയർ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞോ അതല്ലെങ്കിൽ മുൻപിൽ നിർത്തിക്കൊണ്ടോ മത്സരിപ്പിച്ച ഒരാളെ മാറ്റി നിർത്തേണ്ട സാഹചര്യം. ഇത് നേരത്തെ LDF ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീമതി ഗൗരി അമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഒരു തവണ നമ്മൾ ശക്തമായി തിരിച്ചു വരുമ്പോൾ വനിതയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. പക്ഷേ ആക്കിയില്ല, നിഷ്കരണം മാറ്റി നിർത്തി. ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. വനിതയായിട്ടുള്ള ഒരാളെ ആക്കാനുള്ള ഒരു അവസരം വന്നപ്പോൾ അന്ന് LDF മാറ്റി നിർത്തി. ഇപ്പോൾ ഒരാളെ മാറ്റി നിർത്തുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇന്ന് ശ്രീ മാത്യു കുഴൽനാടൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളോട് എന്താ പറഞ്ഞത്? ഭൂരിപക്ഷം തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മേയറെ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, കോൺഗ്രസ് അത് എങ്ങനെ കൺസിഡർ ചെയ്യുമെന്നുള്ളതും എങ്ങനെ തരണം ചെയ്യുന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാം ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനിക്കുന്നത്? അങ്ങനെയാണോ കോൺഗ്രസ്സിൽ തീരുമാനിക്കപ്പെട്ടിരുന്നത്? അതിന് അദ്ദേഹം ഒളിയമ്പുകൾ എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ്സിൽ അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പല മാനദണ്ഡങ്ങൾ വെച്ച് ഇഷ്ടക്കാരായിട്ടുള്ള ആളുകളെ വെച്ച് ഇഷ്ടക്കാരായിട്ടുള്ള ആളുകളെ ഇഷ്ടസ്ഥലങ്ങളിൽ ഇരുത്തി അങ്ങനെ ഒരു പ്രൊസീജിയർ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീ കുഴൽനാടൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് എറണാകുളത്ത് അവർ ആരെ മേയറാക്കുന്നു എന്നുള്ളത് അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം. ഇതിപ്പോൾ മേയർ ആക്കുക എന്നുള്ളത് പാർട്ടി കാര്യമാണല്ലോ. അപ്പോൾ ഈ പാർട്ടി കാര്യത്തിൽ ഈ അരമനയിലിരിക്കുന്ന അച്ഛന്മാരും ബാക്കിയുള്ളവരും ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. സതീശൻ എന്തിനാണ്? പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാനൊന്നും കഴിയില്ലേ? ഇതിപ്പോൾ ഏതെങ്കിലും സഭകളോ അല്ലെങ്കിൽ അരമനയിലിരിക്കുന്നവർ അങ്ങ് ചോദിച്ചതുപോലെ ഇടപെട്ടോ എന്നുള്ളത് നമുക്ക് പൊതുസമൂഹത്തിൽ അറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, പല പോസ്റ്റുകളും വരുന്നു, സാധാരണക്കാർ പറയുന്നു, കോൺഗ്രസിൻ്റെ അനുഭാവികൾ പറയുന്നു, കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ പറയുന്നു, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് പറയുകയും അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി നിർത്താനാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഈ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് രാഷ്ട്രീയപരമായ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിൽ ജാതി, മതം, വർഗം, വർണ്ണം ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല, യോജിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്. ആ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്, മാർത്തോമ സഭാക്കാരിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് ഒരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അത്രേ.
അത്രയുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കോൺഗ്രസിൻ്റെ കണ്ണിൽ ദീപ്തി ക്രിസ്ത്യാനി അല്ലാതെയായി മാറി. നേരെ തിരിച്ച് വി കെ മിനിമോൾ ജനിച്ചത് ഒരു ഈഴവ കുടുംബത്തിലാണ്, പക്ഷേ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ നഗരമായിട്ടുള്ള ബ്രാക്കറ്റിൽ കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടിൽ കൊച്ചിയുടെ മേയറാകാൻ അവർ സർവാത്മന യോഗ്യയാണ് എന്നാണ് പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദു ഇതെന്ന് പറയുന്നത്, ജനസംഖ്യ എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം 43.78% ഉണ്ട് കൊച്ചിയിൽ. ക്രിസ്ത്യൻ എന്ന് പറയുന്നത് 38.12%, ഇസ്ലാം 17.56%. ബാക്കിയുള്ളവരുടെ ഉണ്ട്. മെജോറിറ്റി പ്രധാനപ്പെട്ട 3 വിഭാഗത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ദീപ്തി ഏത് മതത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഏത് ജാതിയിൽ ജനിച്ചു എന്നുള്ളതല്ലല്ലോ. അവരുടെ പ്രവർത്തന മികവും അവരെ മുൻനിർത്തിക്കൊണ്ട് ഒരു അംഗത്തിന് ഇറങ്ങിയിട്ട് ഇനി ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വേർതിരിവ് എന്ന് പറയുന്നത് വരാൻ പോകുന്നത് നിയമസഭയാണ്. അപ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും ചെയ്യാൻ പോകുന്ന പ്രക്രിയകൾ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു സൂചന കൂടിയുണ്ടല്ലോ. ഞാൻ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് പങ്ക് വായിച്ചതുപോലെ തന്നെ വേറെ 1-2 പേരുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അതിലൊരു 60കളിലും 70കളിലും ഒക്കെ ശ്രീ AM തോമസിനെ മത്സരിപ്പിക്കുന്ന സമയത്ത് AICC അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു 80കളിലേക്ക് എത്തിയപ്പോഴത്തേക്കും കോൺഗ്രസ് അതിന് വഴങ്ങി. പക്ഷെ പിന്നീട് 90കളിൽ വരെ LDF അതിന് വഴങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പുകളായി, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളായി LDF അതിന് വഴങ്ങിയിരിക്കുന്നു, UDF അതിന് വഴങ്ങിയിരിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എത്ര ശതമാനം ആളുകൾ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലുണ്ട്. അതൊക്കെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് നോക്കിയാൽ നമുക്ക് തരംതിരിച്ച് കിട്ടുമല്ലോ. വനിത എത്രയാണ്, ഓരോ വിഭാഗത്തിൽ നിന്നുള്ളവർ എത്രയാണ്, ഇതൊക്കെ കിട്ടും. പക്ഷേ അതിലല്ല പ്രശ്നം. ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കാൻ കഴിയുന്ന, വോട്ട് ബാങ്കായി നിൽക്കാൻ കഴിയുന്ന, വോട്ട് ബൾക്കായി മാറ്റാൻ കഴിയുന്ന വിഭാഗം ഏതാണ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ രാഷ്ട്രീയപരമായി പറഞ്ഞും പറയാതെയുമായി നടപടികൾക്കും അതുപോലെ തന്നെ തീരുമാനങ്ങൾക്കും വിധേയമാകുന്നത് ഈ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വോട്ട് ബാങ്ക് എവിടേക്ക് തിരിയുന്നു, എവിടേക്ക് മറയുന്നു, ഇതാണൊരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ എത്ര ശതമാനം ആളുകൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ കൂടുതലുണ്ട് എന്നുള്ളതിന് പ്രസക്തിയില്ല. ഇവിടെ 50% 60% എന്നുള്ളതല്ല. അതിന് വേറൊരു വിഭാഗം 30 35 എന്നുള്ളതല്ല. 10% 20% അവരൊരു വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അതിൽ വിലപേശാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ വിലപേശൽ നടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്, UDFിൻ്റെ നേതാക്കന്മാർ പറയുന്നത്, MLA മാർ പറയുന്നത്, MP മാർ പറയുന്നത്. മുഴുവൻ നേതൃത്വവും 2ആയി സ്പ്ലിറ്റായി മാറി നിൽക്കല്ലേ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത്, മറ്റുള്ളവർ വേറെ ഭാഗത്ത്, ശ്രീ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് വേറെ ഭാഗത്ത്. അപ്പോൾ കോൺഗ്രസ്സിനകത്തെ വിവിധ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഇതിൽ ഓരോരുത്തർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നു. ആയിക്കോട്ടെ, അതവർക്കാകാം. പക്ഷെ തീരുമാനം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇതൊന്നുമല്ലാതെ ജാതിമത വർഗീയ സംഘടനകൾ എന്നുള്ള നിലക്ക് ജാതി അടിസ്ഥാനത്തിൽ സീറ്റ് തീരുമാനിക്കുന്ന, മേയറെ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഇത് കോൺഗ്രസ് എപ്പോഴും എന്താ പറയുന്നത്, ഞങ്ങളൊരു വലിയ മതേതരത്വ ജനാധിപത്യ പാർട്ടി എന്നുള്ളതാണല്ലോ പറയുന്നത്. എവിടെയാണ് മതേതരത്വം? എവിടെയാണ് ജനാധിപത്യം? ഒരു ജനാധിപത്യവും ഇല്ല എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ്റെ വാക്കുകൾ പറയുന്നത് ഒരു ജനാധിപത്യവും കൃത്യമായി പാലിച്ചിട്ടില്ല. ഇനി മതേതരത്വം, അവിടെയും ശ്രീ മാത്യു കുഴൽനാടൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് പരിഗണനയാണിത് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ ശരിയാണ് എന്നുള്ളതല്ലേ. ഇനി ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചെങ്കിൽ അത് അംഗീകരിക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഭൂരിപക്ഷം വേണ്ടേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനമടക്കം ചോദ്യം ചെയ്യപ്പെടുകയാണ്. എല്ലാ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത് ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യംഗ്യമായി ചോദിക്കുകയല്ലേ. ഇത് തന്നെയാണ് ഇന്ന് കോൺഗ്രസിലെ നേരിട്ട് എന്താ പറയാ, നേരിട്ടല്ലാതെ പരോക്ഷമായി പറയാണ്. സതീശന്റെ ആ കസേരയ്ക്കുള്ള അർഹത എന്താണ് എന്ന് ചോദിച്ചു. നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. അതായത് ദീപ്തി മേരി വർഗീസിനെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ, ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണെങ്കിൽ എല്ലാ കസേരകളും അതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചോദ്യം എവിടേക്കാണ്? അത് KPCC പ്രസിഡന്റിനെ തീരുമാനിച്ച കാര്യത്തിലുമുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ച കാര്യത്തിലുമുണ്ട്, പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിലുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ചോദ്യവും അവിടേക്ക് തന്നെയാണ്. അതാണ് മാത്യു കുഴൽനാടൻ്റെ ഒറ്റ ചോദ്യത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതിനകത്താണ്.
അതിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തായിട്ടാണ് നമ്മൾ വാർത്താമാധ്യമങ്ങളോട് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ കാണുന്നത്. അങ്ങനെ ഭൂരിപക്ഷത്തിൽ തീരുമാനിച്ചാൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വന്നത് ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് വന്നതും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വന്നതും KPCC പ്രസിഡന്റ് വന്നതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭൂരിപക്ഷ അഭിപ്രായമില്ലാതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങി വന്നതാണ് എന്നാണ്. അപ്പോൾ ജനാധിപത്യം ഇവിടെ പോയി. കോൺഗ്രസിനകത്തപ്പം മതേതരത്വമില്ല, ജനാധിപത്യവുമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഇത് കേരളത്തിൽ ഒരു മേയറുടെ കാര്യത്തിൽ മാത്രമല്ല, കൊച്ചിയിലെ മേയറുടെ കാര്യത്തിൽ മാത്രമല്ല, കോൺഗ്രസ് പലപ്പോഴും തീരുമാനമെടുക്കുന്നത് മുസ്ലിം ലീഗിന് വഴങ്ങിയാണ് എന്ന് എത്രയോ കാലങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും സീറ്റുകൾ തീരുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിലാണ് KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ആരായാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സമവായം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിൻ്റെ സഹായം വേണം എന്നുള്ള സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ ബോധ്യപ്പെടുന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു. ജനാധിപത്യവുമില്ല, മതേതരത്വമില്ല, പൊതു അഭിപ്രായവും ഇല്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്ന എത്രയോ പേരാണ് എതിർശബ്ദവുമായി രംഗത്ത് വന്നത്. ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത്? കള്ളത്തരത്തിലൂടെയാണ് എന്ന് എത്രയോ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊക്കെ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എന്നുള്ളത് അവർ തന്നെ പറയുകയാണ്. നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, അവർ തന്നെ പറയുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിലെ പൊതുസമൂഹം ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നല്ലോ 2026. ഇത് ചർച്ച ചെയ്യപ്പെടുന്നുള്ള പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൊരു സംശയമില്ലല്ലോ. ഈ ഒരു പ്രീണന രാഷ്ട്രീയം, ഈ ഒരു തെറ്റായ നയം, തെറ്റായ രാഷ്ട്രീയം, ജനാധിപത്യ ബോധമില്ലാത്ത, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്ത ഒരു നയം, ഇത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ശക്തമായിട്ടുള്ള ഇടപെടലുകൾക്ക് വഴങ്ങിയുമാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുമല്ലോ.